റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം ടേം വ്യവസ്ഥയിൽ. ആദ്യ ടേമിൽ മേയർ സ്ഥാനം വി.കെ. വിനിമോൾക്ക് ലഭിച്ചേക്കും. രണ്ടാം ടേം ഷൈനി മാത്യുവിന് നൽകിയേക്കും. പാർലമെന്ററി പാർട്ടിയിൽ കൂടുതൽ പിന്തുണ ഷൈനിക്കാണ്. ഡെപ്യൂട്ടി മേയർ പദവിയിലും ടേം വ്യവസ്ഥയ്ക്ക് കോൺഗ്രസിൽ ധാരണയായി. മേയറും ഡെപ്യൂട്ടി മേയറും ആരാണെന്ന് ഇന്ന് തന്നെ അറിയാം. സജോ ദേവസ്യ നമുക്കൊപ്പം. സജോ ദേവസ്യ, ആദ്യം കേട്ടിരുന്നത് ദീപ്തി മേരി വർഗീസിന്റെ പേരാണ്. ദീപ്തി പൂർണ്ണമായും ഔട്ടായോ? സുജയ, കൊച്ചി കോർപ്പറേഷൻ മേയർ ആരെന്നതിലെ സസ്പെൻസിന് വൈകാതെ ഒരു വിരാമമാകും എന്ന് നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം നേതാക്കൾ പല തട്ടിലാണ് ഈ തീരുമാനം സംബന്ധിച്ചുണ്ടായിരുന്നത്. അതാണ് ഇത്രയധികം നീണ്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണം. വലിയ ഭൂരിപക്ഷം ആധികാരിക വിജയമൊക്കെ കിട്ടിയെങ്കിലും മേയറെയും ഡെപ്യൂട്ടി മേയറെ നിശ്ചയിക്കുന്നതിൽ നേതാക്കൾക്കിടയിലെ വ്യത്യസ്ത അഭിപ്രായം വലിയ തോതിൽ തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ ദിവസം പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ആ പാർലമെന്ററി പാർട്ടിയിൽ എല്ലാ കൗൺസിലർമാരോടും അഭിപ്രായം ആരാഞ്ഞു. അതിൽ കൂടുതൽ പിന്തുണ ഷൈനി മാത്യുവിനാണ് കിട്ടിയത്. തൊട്ട് പിന്നിൽ വി.കെ. മിനിമോളാണ് എത്തിയത്. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നു. ഇതുകൂടാതെ നേതാക്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏകീകൃതമായി നേരത്തെ ഏറ്റവും സീനിയോറിറ്റി ഉണ്ടായിരുന്ന ദീപ്തിയുടെ അടക്കം കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പ്രധാനമായും ഉയർന്നു വന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ തീരുമാനം എടുക്കേണ്ട കോർ കമ്മിറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾ DCC ഓഫീസിൽ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു അന്തിമമായ രണ്ടാം ഘട്ട കൂടിയാലോചനയ്ക്ക് ശേഷം ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഏറ്റവും കൂടുതൽ, അതായത് കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിലർ പദവിയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി വി.കെ. മിനിമോളാണ്. അവർക്ക് ആദ്യ ടേം ലഭിച്ചേക്കും. ഷൈനി മാത്യുവിന് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള അംഗമെന്ന പരിഗണനയടക്കം. അപ്പം 2015 അവർക്ക് ടേം വ്യവസ്ഥ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നടപ്പാകാതെ പോയി. അതുകൊണ്ട് അവർക്ക് രണ്ടാമത്തെ ടേം ലഭ്യമാകുന്ന തരത്തിലൊരു ആലോചനയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതോടൊപ്പം ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് KVP കൃഷ്ണകുമാറും ദീപക് ജോയിയും 2.5 വർഷം വീതം പങ്കിടുക എന്നൊരു പ്രാഥമിക ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് നേതാക്കളെ ധരിപ്പിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെയും KPCCയുടെയും അനുമതി കൂടി വാങ്ങിച്ച ശേഷം ഉച്ചയ്ക്ക് പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നതിലാണ്. അതിൽ അന്തിമ കൂടിയാലോചന ഇപ്പോൾ DCC ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വാദങ്ങളൊക്കെ നടന്നിരുന്നതായി കേട്ടിരുന്നു. ഇന്നലെ വരെയുള്ള ചർച്ചകൾ അങ്ങനെയുമായിരുന്നു. ഇപ്പോൾ പ്രാഥമിക ധാരണയിലേക്ക്, അതായത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ ഈ പേരുകൾ? സുജയ, നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം നേതാക്കൾ ഈ കാര്യത്തിലൊരു ഏകദേശ ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതാണ്. സീനിയോറിറ്റി, അതായത് പദവി, സംഘടനാ പദവി നോക്കുകയാണെങ്കിൽ ദീപ്തി മേരി വർഗീസിന് പ്രഥമ പരിഗണനയുണ്ടായിരുന്നു. അതേസമയം ദീപ്തി മേയർ പദവിയിലേക്ക് എത്തുന്നതിനെ ചില നേതാക്കൾ എതിർത്തു എന്നതാണ് ഈ ചർച്ചകളാകെ നീണ്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഒപ്പം വി.കെ. മിനിമോൾ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി വഹിക്കുന്ന ആളാണ്. കൊച്ചി നിലവിലെ കൗൺസിലർമാരിൽ ഏറ്റവും കൂടുതൽ തവണ ഈ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും വി.കെ. മിനിമോളാണ്. ആ ക്ലെയിം അവർക്കുണ്ട്. അതായത് ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്ക് സംഘടനയിൽ, അതായത് മഹിളാ കോൺഗ്രസ് എന്ന വനിതകൾക്ക് വേണ്ടിയുള്ള സംഘടനയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്നു. കൗൺസിലർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ വി.കെ. മിനിമോളാണ് എന്ന ക്ലെയിം അവർക്കുണ്ടായിരുന്നു. അത് ഉറപ്പായും കാര്യമായ ചർച്ച ആയി ഉയർന്നു വന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം പഴയ എ ഗ്രൂപ്പും ഇപ്പോഴത്തെ എ ഗ്രൂപ്പിന്റെ സംവിധാനങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായി നിലയുറപ്പിച്ചത് ഷൈനി മാത്യുവിനാണ്. അവർ പ്രധാനമായും പറഞ്ഞത് സൗമിനി ജെയിൻ മേയറായ ഘട്ടത്തിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് സംഘടനാ പദവിയിൽ തന്നെ പ്രധാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നൽകിയ വാഗ്ദാനമാണ്. അവസാനത്തെ 1.5 വർഷം നൽകാം, ഷൈനി മാത്യുവിന് മേയറായി അവസരം നൽകാം എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ വാഗ്ദാനം പക്ഷെ പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അവർക്ക് സ്വാഭാവിക നീതി നൽകണം എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനം. അതായത് ഐ ഗ്രൂപ്പിലെ ശക്തമായ ഒരു വിഭാഗം വി.കെ. മിനിമോൾക്ക് വേണ്ടിയും പഴയ എ ഗ്രൂപ്പും ഇപ്പോഴത്തെ എ ഗ്രൂപ്പ് സംവിധാനങ്ങളുമെല്ലാം ഷൈനി മാത്യുവിന് വേണ്ടിയും നിലയുറപ്പിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കൗൺസിലർമാരുടെ കൂടുതൽ പിന്തുണയും ഇവർക്ക് തന്നെ ലഭ്യമാകുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കണം എന്ന അഭിപ്രായം പല പ്രധാനപ്പെട്ട നേതാക്കളും മുന്നോട്ട് വെച്ചു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൂടി പരിഗണിക്കണം എന്ന അഭിപ്രായം, അതായത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെയും കൗൺസിലർമാരുടെയും വികാരവും പലതരം ഘടകങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീനിയോറിറ്റി, അതോടൊപ്പം തന്നെ മുൻപ് നൽകിയിരുന്ന വാഗ്ദാനം എന്നിവയെല്ലാം പാലിക്കേണ്ടതാണ് എന്ന അഭിപ്രായവും അവർ മുന്നോട്ട് വെച്ചു. അതേസമയം സംഘടനയിൽ കൂടുതൽ അവസരങ്ങൾ എല്ലാവർക്കും അവരുടെ സീനിയോറിറ്റിക്കും പദവിക്കും അനുസരിച്ച് ലഭ്യമാകാനുള്ള സാഹചര്യങ്ങൾ ഇനിയുമുണ്ട്. ആ നിലയ്ക്കാണ് പോകേണ്ടത് എന്ന അഭിപ്രായമാണ് വന്നത്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അന്തിമമായ അംഗീകാരം കൂടി, ജില്ലയുടെ ചുമതല അദ്ദേഹത്തിന്റെ ജില്ലയായതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അന്തിമ അംഗീകാരം കൂടി ഈ തീരുമാനത്തിന് വേണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൂടി ലഭ്യമായാൽ ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ വലിയ തോതിൽ അനാവശ്യ ചർച്ചകളിലേക്ക് പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമുണ്ട്. ആ നിലയ്ക്ക്
നിലയ്ക്ക് തീരുമാനം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുക എന്ന ഒരു നിർദ്ദേശം ഇതിനകം തന്നെ ജില്ലയിലെ നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് കോർ കമ്മിറ്റി എന്നത് പ്രധാനമായും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും ഡൊമിനിക് പ്രസന്റേഷനും N വേണുഗോപാലും ഉൾപ്പെട്ട കമ്മിറ്റിയാണ്. അവരാണ് നേരത്തെ കൗൺസിലർമാരോട് അഭിപ്രായം തേടിയത്. അവരുടെ നിർദ്ദേശങ്ങൾ, അവർ ഇതിനകം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് ഇതിനകം തന്നെ DCC നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ രണ്ടു പേർക്ക്, അതായത് VK മിനിമോൾക്കും ഷൈനി മാത്യുവിനും ഒരു മേൽക്കൈ, ഒരു മുൻതൂക്കം ഈ നേതാക്കളുടെ പിന്തുണയിലും കൗൺസിലർമാരുടെ പിന്തുണയിലും അവരുടെ ക്ലെയിമിലും ഉണ്ട് എന്നത് പരിഗണിക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമായും വന്നത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഈ കോർ കമ്മിറ്റിയും ഒപ്പം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് എന്താണ് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനമെന്നാണ് മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.